അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും കടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ആരോപണങ്ങളും സൈനിക നടപടികളും ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ പുറത്തുവരുന്നത്. തുടർച്ചയായ മൂന്നാമത്തെ രാത്രിയിലും ഇറാനിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ ആക്രമണങ്ങൾ പ്രസിഡന്റ് നൽകിയ നിർദ്ദേശപ്രകാരമാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ഗുരുതര ആരോപണവുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതി വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം പ്രകാരം ഇറാനെതിരായ സൈനിക നടപടി മൂന്നാം രാത്രിയിലും തുടരുകയാണ്. US സെൻട്രൽ കമാൻഡ് എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രസിഡന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടന്നതെന്നും ഇറാന്റെ സൈനിക ശേഷി കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അമേരിക്ക വ്യക്തമാക്കി. അമേരിക്കയുടെ വാദമനുസരിച്ച് ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഭീഷണിയാകുന്ന ഇറാന്റെ നീക്കങ്ങൾ തടയാനാണ് ഈ ആക്രമണം. ലോകത്തിലെ പ്രധാന സമുദ്ര വ്യാപാര പാതയിലൊന്നാണ് ഹോർമോസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏത് സംഘർഷവും ആഗോള വ്യാപാരത്തെയും എണ്ണ വിതരണത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഇറാനിലെ ബന്ദർ അബ്ബാസ് മേഖലയിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് അമേരിക്ക ആക്രമണം നടന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. അമേരിക്കയുടെ വിവരമനുസരിച്ച് ഈ സൈനിക നടപടികളിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, സൈനിക ബോട്ടുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ നടപടികളെന്നാണ് അമേരിക്ക പറയുന്നത്. അടുത്തിടെ അമേരിക്ക പുറത്തുവിട്ട മറ്റൊരു വീഡിയോയും വലിയ ചർച്ചയായിരുന്നു. ഇറാന്റെ ഒരു മുങ്ങിക്കപ്പലിനെയും കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രത്തെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടത്. സീ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം. ഇറാനെതിരായ നടപടികൾ അമേരിക്ക ആദ്യമായി സീ ഡ്രോൺ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിനിടെ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന മറ്റൊരു വ്യോമാക്രമണവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇറാനിലെ മാഷ്കർ പ്രദേശത്തുള്ള ഒരു കാർഷിക പമ്പിംഗ് സ്റ്റേഷൻ നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെയാണ് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചത്. സംഘർഷത്തിന് പിന്നാലെ പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളാണെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പ് ഹോർമൂസ് വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇതാണ് വീണ്ടും സൈനിക നടപടി ആരംഭിക്കാൻ കാരണമായതെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ നടപടികളെ ശക്തമായി എതിർക്കുകയാണ് ഇറാൻ. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇതിന്റെ ഭാഗമായി നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രം ഇനി നടപ്പാകില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനമുണ്ടായി. അമേരിക്കയുമായുള്ള നിലവിലെ കരാർ പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക സ്വന്തം വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്ക തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ നിലവിലെ നിലപാട് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം കുറഞ്ഞ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾക്കും തിരിച്ചടി നേരിടുകയാണ്. സൈനിക നടപടികളും പരസ്പര ആരോപണങ്ങളും ശക്തമാകുന്നതോടെ മേഖലയിൽ കൂടുതൽ അനിശ്ചിതത്വം രൂപപ്പെടുകയാണ്. ഈ സംഘർഷം നീണ്ടുപോയാൽ പശ്ചിമേഷ്യയിലെ സുരക്ഷ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും അത് ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും ഈ സംഭവ വികാസങ്ങൾ വളരെ അടുത്ത് നിരീക്ഷിക്കുകയാണ്. സംഘർഷം കൂടുതൽ വ്യാപിക്കാതെ ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആവശ്യം വിവിധ രാജ്യങ്ങൾ സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരു വിഭാഗവും കടുത്ത നിലപാടിലാണ്. അമേരിക്ക ആക്രമണം തുടരുകയാണെന്നും ഇറാൻ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയാണെന്നും വ്യക്തമാകുന്നതിനാൽ അടുത്ത ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതി എങ്ങനെ മാറുമെന്നത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സൈനിക നടപടികളോ നയതന്ത്ര നീക്കങ്ങളോ ഉണ്ടാകുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനപരമായ പരിഹാരത്തിലേക്ക് എത്തുക എന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കാര്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.